ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയ സമയത്ത് കണ്ടൊരു കാര്യമാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ്. നമുക്കെല്ലാം കാണാൻ സാധിക്കും ഈ വാഹനം സ്റ്റാർട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് ആക്സലറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. RPM കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ വാഹനം സ്റ്റാർട്ടായാണ് നിൽക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വാർണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ABSൻ്റെ വാർണിംഗ് ലൈറ്റാണ്. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ വാർണിംഗ് ലൈറ്റാണ്. കൂടാതെ ഇതിന് വേറൊരു വാർണിംഗ് ലൈറ്റും കൂടെ, ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റും കൂടെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും, ഇപ്പോൾ നീ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടല്ലേ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ്, ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, പക്ഷേ ആ വാർണിംഗ് ലൈറ്റ് അവിടെ പോയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ഒന്നുകൂടെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. പക്ഷേ ആ ഒരു വാർണിംഗ് ലൈറ്റ് അതുപോലെ അവിടെയുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന, അതായത് ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ആസ് എ കാർ യൂസർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കാണിച്ചു. അപ്പം ഇതിനകത്ത് ABS മാത്രമല്ല കാണിച്ച്, ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചു. ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒന്നെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റിസർവ് ടാങ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഒട്ടും ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ കാര്യം നോക്കാം. വാ, ഓക്കെ. അപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ലെവൽ മാക്സിമത്തിനെ കഴിഞ്ഞും കൂടുതലുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ ആകരുത്, നമുക്കത് മാറ്റാം, കുഴപ്പമില്ല. അപ്പം ഈ ഒരു പോയിന്റ് വരെ നമുക്കുള്ളതുകൊണ്ട് നമുക്കൊരിക്കലും ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ നമ്മുടെ ABSൻ്റെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ABS വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്ന ഈ ഒരു മോട്ടറാണ് ഈ പറയുന്ന ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കപ്ലർ എന്തെങ്കിലും ലൂസ് ആയിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കുക, ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് ക്ലാവോ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് നോക്കുമ്പോൾ വേറെ ക്ലാവോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ കുറച്ച് പൊടി, അത് നമ്മുടെ നോർമൽ ആസ് യൂഷ്വലായിട്ട് നമുക്ക് വരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ ഒരു പ്രശ്നവും പ്രത്യക്ഷത്തിൽ ഇവിടെ പിന്നിനോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് തിരിച്ചതുപോലെ തന്നെ കണക്ട് ചെയ്തേക്കാം. പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയെന്ന് ഉറപ്പ് വരുത്തിക്കണം. എന്നിട്ട് നമ്മളിത് ലോക്ക് ചെയ്യാണ്. ഈ ലോക്ക് ഇവിടെയും കൂടെ വീടാണ്. ഇവിടെ 2 ലോക്കാണ് വരുന്നത്. ഒരു ലോക്കിംഗ് മെക്കാനിസം ഇവിടെയും. ഇത് പ്രസ് ചെയ്തിട്ടാണ് നമ്മളിതാക്കുന്നത്. ഇത് ആക്കി. അപ്പോൾ ലോക്കിൽ തന്നെ കിടന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ആദ്യം നോക്കുക. രണ്ടാമത് നോക്കേണ്ട കാര്യം നമ്മുടെ ABSൻ്റെ മൊഡ്യൂള്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീൽ സ്പീഡ് സെൻസേഴ്സാണ്. ഓരോ വീലിലും ഓരോ സെൻസർ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇതുപോലെ സിമ്പിളായിട്ട് നോക്കാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു പോയിന്റ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ നമുക്ക് അവിടെ പെൻഡിങ് ഇടാം. ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള നമ്മുടെ ഫ്യൂസാണ് നോക്കേണ്ടത്. അപ്പോൾ ഫ്യൂസ് കേസ് ഇത് എപ്പോഴും മെയിനായിട്ടുള്ള കാര്യം ഇവിടെ പുറത്ത് തന്നെ കാണും. നമുക്ക് ജസ്റ്റ് ഇതിങ്ങ് എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എവിടെയാണ് ABS വരുന്നത് നോക്കാം. ഫോഗ് ലാമ്പ്, CNG കംപ്രസർ, 30 ആമ്പിൻ്റെ ABS2 ഫ്യൂസ് വരുന്നുണ്ട്. 40 ആമ്പിയറുടെ ABS1 വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ PS എന്ന് കൊടുത്തിരിക്കുന്ന പവർ സ്റ്റിയറിങ്ങിൻ്റെയാണ്. 40യും ഒരു 30യും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആദ്യം ഈ ഒരു 30 ഒന്ന് നോക്കാം. 30 ആൻഡ് 40 ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. ഓക്കെ, ഇത് 40, പിന്നെ ഒരു 40, അത് പവർ സ്റ്റിയറിങ്ങിൻ്റെ 40 ആണ്. 40 30 ഇല്ല. 30 എന്ത് ചെയ്യും? 30 മനഃപൂർവ്വം മാറ്റി വെച്ചെന്നേ, അതാണ് സംഭവം. ഓക്കെ, അപ്പം 30യുടെ ഫ്യൂസ് തൽക്കാലം എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ 30യുടെ ഫ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂസ് ഞാൻ ഊരിയെടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരാം. അതായത് ഈ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ, ഈ ഒരു ഫ്യൂസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ വാഹനത്തിൻ്റെ ABS വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും ബ്രേക്ക് വർക്ക് ചെയ്യുമെന്ന്. ഉറപ്പായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ABS ഇല്ലാതെ, അതായത് ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസോ ഇഷ്യൂസോ വരുമോ എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. ഏതായാലും ഞാൻ ഈ ഫ്യൂസ് ഒന്ന് ഇടാൻ വേണ്ടി പോകണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഈ ഫ്യൂസ് ഞാനിപ്പോൾ ഒന്നിടാം. ഇത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. 2 പോയിൻ്റ്, ഇത് 30യുടെ ഫ്യൂസാണ് വരുന്നത്. ഈ ഫ്യൂസ് ഞാൻ ഇൻസേർട്ട് ചെയ്തു, പ്രസ് ചെയ്തു, ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി ആ വാർണിംഗ് ലൈറ്റ് കാണിക്കുമെന്നുള്ളത്. തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. താക്കോലെടുത്തു, ഇൻസേർട്ട് ചെയ്തു, ഗിയർ ന്യൂട്രാണോ എന്ന് ഉറപ്പ് വരുത്തി, ക്ലച്ച് അപ്ലൈ ചെയ്തു, യെസ്, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ആ 2 ലൈറ്റുകളും, അതായത് നമ്മുടെ
വാർണിംഗ് ലൈറ്റ് ആയിട്ടുള്ള, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് പോയി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ബ്രേക്ക് വലിച്ചു, ഇപ്പോൾ പിന്നെ കത്തി. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു പോയി. ഇവിടെ കാണിച്ചിരുന്ന ABSൻ്റെ വാർണിംഗ് ലൈറ്റും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണ്, ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്തോണം. വയറിങ്ങിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ആ കപ്ലർ ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ABSൻ്റെ യൂണിറ്റ്, ABSൻ്റെ സെൻസേഴ്സ്, അതായത് 4 വീലിൽ വരുന്ന വീൽ സ്പീഡ് സെൻസർ ചെക്ക് ചെയ്യണം. ഈ വീൽ സ്പീഡ് സെൻസർ ചെക്ക് ചെയ്യുക ഇച്ചിരി ചടങ്ങുള്ളൊരു കാര്യം, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, അത് മാത്രം പെൻഡിങ് വെക്കുക. ബാക്കി ഈ പറഞ്ഞ കാര്യം, പിന്നെ ഫ്യൂസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ നടക്കത്തില്ല. അപ്പോൾ നമുക്കിനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതുപോലെ ഫ്യൂസ് പോയതാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ആ ഫ്യൂസ് നമ്മൾ മാറിയതിന് ശേഷം പിന്നെയും ആ ഫ്യൂസ് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷോറൂമിൽ തന്നെ കൊണ്ട് കാണിച്ചോണ്ട്. എന്തെങ്കിലും വയറിങ്ങിൻ്റെ ഇഷ്യൂ, യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതുപോലെ കാണിക്കാനുള്ള സാധ്യത കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ മാത്രം പിന്നെയും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ഉടനെ തന്നെ നമ്മുടെ ABSൻ്റെ ഫ്യൂസ് പോയി, അല്ലെങ്കിൽ ABS ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും.